രജൌരി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പൂഞ്ച് സെക്ടറിൽ കൂടുതൽ സേനയെ വിന്യസിക്കും. 3000 മുതൽ 5000 പേരെ അധികമായി വിന്യസിക്കാനാണ് കരസേന ഒരുങ്ങുന്നത്. അർജുനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. അർജുൻ, ശക്തമായി തിരിച്ചടിക്കുക, നേരിടുക ഈ ഭീകരരെ എന്ന നിലയിലാണോ ഇത്രയും അധികം സേനയാണ് വിന്യസിക്കുന്നത്? എന്താണ് സേനാവൃത്തങ്ങൾ നൽകുന്ന പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും പ്രജിച്ച് വലിയ രീതിയിൽ തന്നെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുക. പ്രത്യേകിച്ചും ആ പ്രദേശത്ത് ഭീകരാക്രമണം നടത്തിയ 6 പേരടങ്ങുന്ന ഭീകര സംഘം ഇപ്പോഴും തുടരുന്നുണ്ട്. അവരെ പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ല. ആ അന്വേഷണം വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതല്ലാതെയും ഈ രജൌരി മേഖലകളിൽ പ്രത്യേകിച്ചും പൂഞ്ച് സെക്ടറിൽ അടക്കം കഴിഞ്ഞ ഒരു ഏകദേശം ഒരു 20 ദിവസമായി അല്ലെങ്കിൽ 25 ദിവസമായി തന്നെ വലിയ രീതിയിൽ ഭീകര പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇൻഡൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ബ്രിഗേഡ്, അതായത് ഏകദേശം 3000-നും 5000-നും ഇടയിൽ വരുന്ന സേനാംഗങ്ങളെ വീണ്ടും ഈ പൂഞ്ച് സെക്ടറിലേക്ക്, പ്രത്യേകിച്ചും ഈ ദേരാക്കി ഗലി എന്ന് പറയുന്ന ഭീകരാക്രമണം നടന്ന മേഖലയിലേക്ക് വിന്യസിക്കാൻ വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ ഉത്തരവായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കരസേനാ മേധാവി മനോജ് പാണ്ഡെ അടക്കമുള്ളവർ ഈ രജൌരി പൂഞ്ച് സെക്ടറിൽ എത്തിയിട്ടുണ്ട്. നാളെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. നിലവിൽ നടക്കുന്ന നടപടികൾ, തിരച്ചിൽ അതെങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കൂടെയാണ് ഇപ്പോൾ 5000-ഓളം തന്നെയുള്ള സേനാംഗങ്ങളെ കൂടുതൽ വിന്യസിക്കാനായിട്ടുള്ള നടപടി കൂടി സ്വീകരിക്കുന്നത്. ഈ തിരിച്ചടിക്കുക, നിലവിൽ ഭീകരാക്രമണം ഉണ്ടായ ആ പ്രദേശത്ത് ഈ ഭീകരരെ കണ്ടെത്തി തിരിച്ചടിക്കുക എന്നുള്ള കാര്യം ഇപ്പോൾ ശക്തമായി തന്നെ നടക്കുന്നു. അതുകൂടാതെ തന്നെ കൂടുതൽ ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. അതല്ലാതെ ഈ ദേരാക്കി ഗലി എന്ന ഭാഗത്ത് ഈ 3 പേരുടെ മൃതദേഹങ്ങൾ സംശയാസ്പദമായിട്ടുള്ള കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ചോദ്യം ചെയ്യാനായി പിടിച്ചു കൊണ്ടുപോയ 8 പേരിൽ അടങ്ങുന്ന 3 പേർ എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വന്നതുകൊണ്ട് അതിലും ഉന്നതതല അന്വേഷണം, ബ്രിഗേഡിയർ തലത്തിലൊരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും മുന്നോട്ട് ഈ കരസേനയുടെ മറ്റ് നടപടി